വാട്സാപ്പിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയും ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് നടത്തി പണം തട്ടിയെന്നുള്ള പരാതികൾ വ്യാപകമാകുന്നു. പണം സമ്പാദിക്കാമെന്നുള്ള വ്യാജ പ്രലോഭനത്തിൽ വീണ നിരവധി പേരാണ് കണ്ണൂർ സിറ്റി സൈബർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുള്ളത്. ജില്ലയിൽ നിരവധി പേരിൽ നിന്നും 8 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ കണ്ണൂർ സിറ്റി സൈബർ പോലീസ് നടപടി ആരംഭിച്ചു. കണ്ണൂർ സിറ്റി സ്വദേശിക്ക് പാർട്ട് ടൈം ജോലി വാഗ്ദാനം സംബന്ധിച്ച വാട്സ്ആപ്പ് മെസ്സേജ് കണ്ട് വിവിധ അക്കൌണ്ടുകളിലേക്കായി അയച്ച 2,92,500 രൂപയാണ് നഷ്ടമായത്. മയിൽ സ്വദേശിക്ക് വാട്സ്ആപ്പ് മെസ്സേജ് കണ്ട് ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നതിനായി വിവിധ അക്കൌണ്ടുകളിലേക്ക് നൽകിയ 1,69,900 രൂപയും നഷ്ടമായിട്ടുണ്ട്. മെഡിസിൻ വിതരണം നടത്തുന്ന വളപട്ടണം സ്വദേശി ഇന്ത്യ മാർട്ട് വെബ്സൈറ്റിൽ മരുന്നിനുള്ള റിക്വസ്റ്റ് നൽകിയത് പ്രകാരം പരാതിക്കാരന് മരുന്ന് നൽകാമെന്ന വ്യാജേന ബന്ധപ്പെട്ട് 1,35,030 രൂപയും തട്ടിയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ വീടും സ്ഥലവും ലോൺ മുഖേന തവണകളായി പണമൊടുക്കി ലഭിക്കുമെന്ന് പരസ്യം കണ്ട കതിരൂർ സ്വദേശി ടെലഗ്രാം വഴി ലഭിച്ച അക്കൌണ്ടിൽ 1,11,111 രൂപയും നിക്ഷേപിച്ചിട്ടുണ്ട്. SBI യോനോ റിവാർഡ് പോയിന്റുമായി ബന്ധപ്പെട്ട് ഫോണിൽ ലഭിച്ച ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് പിറകെ അക്കൌണ്ട് വിവരങ്ങളും OTPയും നൽകി 1,11,111 രൂപ നഷ്ടമായ മറ്റൊരു വ്യക്തിയുമുണ്ട്. വാട്സ്ആപ്പ് മെസ്സേജ് കണ്ട് പാർട്ട് ടൈം ജോലിക്കായി നിർദ്ദേശിച്ച് വിവിധ അക്കൌണ്ടുകളിലേക്ക് മട്ടന്നൂർ സ്വദേശി നൽകിയത് പ്രകാരം 40,600 രൂപയും നഷ്ടമായിട്ടുണ്ട്. വാട്സ്ആപ്പിൽ ലഭിച്ച ലിങ്ക് ക്ലിക്ക് ചെയ്ത വളപട്ടണം സ്വദേശിയുടെ അക്കൌണ്ടിൽ നിന്നും 25,000 രൂപ നഷ്ടപ്പെട്ടു. ഫ്ലിപ്കാർട്ടിൽ ഡ്രസ് ഓർഡർ ചെയ്തിരുന്ന പരാതിക്കാരിയിൽ നിന്നും ഡെലിവറി ചാർജ് തുക നൽകാനുള്ള QR കോഡ് സംഘടിപ്പിച്ച് 6,487 രൂപയും തട്ടിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ പരസ്യം കണ്ട് മൊബൈൽ ഫോൺ വാങ്ങുന്നതിനായി വളപട്ടണം സ്വദേശി നൽകിയത് 5,500 രൂപയാണ്. ഓൺലൈൻ ലോൺ ലഭിക്കാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത വളപട്ടണം സ്വദേശിയുടെ അക്കൌണ്ടിൽ നിന്നും 5,100 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്.